നമസ്കാരം. ഇപ്പോൾ ന്യൂസിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും ചർച്ചയാവുന്ന ഒരു കാര്യമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ കോടതി വിധിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞു വെക്കുക. അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ. ജസ്റ്റ് ബ്രീഫായിട്ട് ഇത്രയേ ഉള്ളൂ. നിമിഷപ്രിയ എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ്. നഴ്സിംഗ് ആണ് പ്രൊഫഷൻ. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് അവിടെ യമനിൽ നഴ്സിംഗ് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ യമൻ സ്വദേശിൻ്റെ വിത്ത് ഹെൽപ്പോടുകൂടി ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഈ മരിച്ച അദ്ദേഹം ആളായിട്ടാണ് ഈ സ്റ്റാർട്ട് ചെയ്തത്. സോ നല്ല രീതിയിൽ വിശ്വസിച്ചു നിമിഷപ്രിയ. പക്ഷേ ആള് ഒരുപാട് രീതിയിൽ അത് മിസ്യൂസ് ചെയ്തു. ഈ പറയുന്ന പോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിമിഷപ്രിയയെ പീഡിപ്പിച്ചു. പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം വാങ്ങിവെച്ച് സ്വർണ്ണവും കാര്യങ്ങളെല്ലാം കൈക്കലാക്കി അങ്ങനെ മൊത്തത്തിൽ ലോക്കാക്കിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ആൾക്ക് ഓവർഡോസ്, അതായത് ഈ പറഞ്ഞ മയക്കുമരുന്ന് കൊടുത്ത് രക്ഷപ്പെടാനേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെയാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ പാസ്പോർട്ട് എടുത്തിട്ട് രക്ഷപ്പെടുന്ന സമയത്ത് അതിർത്തിയിൽ വെച്ച് പോലീസ് പിടിച്ചിട്ടാണ് റിമാൻഡ് ചെയ്തത്. യമൻ അവിടെ ജയിലിൽ ആയത്. പക്ഷേ ആളിനെ മരിച്ച രീതിയിൽ കിട്ടിയത് ആളുടെ മേലെ വാട്ടർ ടാങ്കിൽ കഷ്ണങ്ങളായിട്ട് നുറുക്കിയ അവസ്ഥയാണ് കിട്ടിയത്. പക്ഷേ അത് നിമിഷപ്രിയക്ക് അറിയില്ല എന്നുള്ളത് കോടതിനെ അറിയിച്ചെങ്കിലും അത് കോടതി ശരിവെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്, ഇപ്പോൾ വധശിക്ഷ വരെ എത്തി നിൽക്കുന്നത്. സോ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിരപരാധിയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും മതം നോക്കാതെ, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അത് ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കാണുന്നവരൊന്ന് അറിഞ്ഞു വയ്ക്കുക. വെറുതെ സ്കിപ്പ് ചെയ്തിട്ടും വെറുതെ സ്ക്രോൾ ചെയ്തും പോകരുത്. എന്താണോ നിങ്ങൾ കാണുന്നത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് കാര്യം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയുന്ന രീതിയിൽ കണ്ടെത്തുക. എനിക്കറിയുന്നത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.